Okay, question വായിക്കുക. Two blocks A and B are resting against a wall and a floor as shown in the figure. രണ്ട് ബ്ലോക്സ് ഉണ്ട്, എയും ബിയും. എ എന്ന് പറയുന്ന ബ്ലോക്ക് വാളിനെതിരെ റെസ്റ്റ് എടുക്കുന്നു, ബി എന്ന് പറയുന്ന ബ്ലോക്ക് ഈ ഫ്ലോറിനെതിരെ റെസ്റ്റ് എടുക്കുന്നു, അതാണ് പറയുന്നത്. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് ഫോഴ്സ് പി അപ്ലൈ ടു ദി ലോവർ ബ്ലോക്ക് ഫോർ വിച്ച് ദി സിസ്റ്റം റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം. അതായത് ഈ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതിൻ്റെ ഓരോ വാല്യൂസും പറയുന്നുണ്ട്. അതായത് ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണം, അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂസ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ബി ലെഫ്റ്റ് സൈഡിലോട്ട് പോകും, ഇങ്ങോട്ടും പോകും. ബ്ലോക്ക് എ എന്ത് ചെയ്യും? പൊങ്ങും, മുകളിലോട്ടും പൊങ്ങും. അതൊരു ടൈപ്പ് ഓഫ് ഫോഴ്സ്. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വളരെ ലെസ് ആയിരിക്കാം, മിനിമം ഫോഴ്സ് ആയിരിക്കാം. സോ അധികം ഫോഴ്സ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ബി എന്ന് പറയുന്ന ബ്ലോക്ക് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഈ എ എന്ന് പറയുന്ന ബ്ലോക്ക് താഴോട്ടും വരും. സോ ആ രണ്ട് ഫോഴ്സസുമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. പിന്നെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അതായത് 0.25 അറ്റ് ദി ഫ്ലോർ. ഇവിടുത്തെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.25 പറയുന്നുണ്ട്. ആൻഡ് 0.3 അറ്റ് ദി വാൾ. വാളിലുള്ള കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ബ്ലോക്ക് എയിനും ബിയിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.2 എന്നും പറയുന്നുണ്ട്. സോ അത് വെച്ചിട്ട് വേണം കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എഴുതാനായിട്ട്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ വെഡ്ജിന്റെ രണ്ട് പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കാം. അതായത് ഇതിൽ മാക്സിമം പുഷ് കൊടുക്കുമ്പോൾ ഇത് ബ്ലോക്ക് പൊങ്ങുന്ന കേസ് നമുക്ക് ആദ്യം എടുക്കാം. സോ ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ ബി എന്ന് പറയുന്ന ബ്ലോക്ക് ലെഫ്റ്റ് സൈഡിലോട്ടും പോവും, എ എന്ന് പറയുന്ന ബ്ലോക്ക് മുകളിലോട്ടും പോവും. അല്ലേ? നല്ലൊരു ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് ഇങ്ങോട്ടും പോവും, ഈ ബ്ലോക്ക് മുകളിലോട്ടും പോവും. സോ ആ ഒരു കേസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ ആ കേസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ബ്ലോക്ക് എ എടുത്തു. എ എടുക്കുമ്പോൾ ഉള്ള കോൺടാക്ട് സർഫസുകൾ നോക്കുക. ഒന്ന് ഇതൊരു കോൺടാക്ട് സർഫസാണ്. എ എടുക്കുമ്പോൾ ഇതൊരു കോൺടാക്ട്, അല്ലേ? ബ്ലോക്ക് എ എടുക്കുമ്പോൾ ഇതൊരു കോൺടാക്ട് സർഫസാണ്. ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് വരും, അല്ലേ? ഈ രണ്ട് കോൺടാക്ട് സർഫസുകളാണ് വരുന്നത് ബ്ലോക്ക് എ എടുക്കുമ്പോൾ. അതിൻ്റെ വെയിറ്റ് ഉണ്ട്. സോ നമുക്ക് ആ ഡയഗ്രം ഇങ്ങനെ നോക്കാം. സോ ഇതാണ് ഒരു കോൺടാക്ട് സർഫസ്. ഇത് നിങ്ങൾക്ക് അറിയാം. ബ്ലോക്ക് എ എന്ന് പറയുമ്പോൾ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കണ്ടുപിടിക്കുക. സോ ഇതാണ് അതിൻ്റെ പ്ലെയിൻ. കോൺടാക്ട് സർഫസിൻ്റെ പ്ലെയിൻ ഇതാണ്. സോ ഇവിടെ എയിൽ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സ് കാണും. അതിനെ റിയാക്ഷൻ R1 എന്ന് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കുക, ഈ ബ്ലോക്ക് എ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ് പോകുന്നത്. സോ മുകളിലോട്ട് ബ്ലോക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അതിനെ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ റിയാക്ഷൻ R1 എന്ന് കൊടുത്താൽ ഇവിടുത്തെ കോൺടാക്ട് സർഫസിൻ്റെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നോക്കുക. വാളിലുള്ള കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? 0.25 ആണ്. സോറി, വാളിലുള്ളത് 0.3 ആണ്. സോ ഇവിടെ 0.3 R1 എന്ന് വരും. എങ്ങോട്ടാണ്? ഈ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പോൾ ബ്ലോക്ക് പൊങ്ങുന്ന കേസാണ് എടുക്കുന്നത്. സോ ഇവിടെ 0.3 R1 മുകളിലോട്ടാണ് പൊങ്ങുന്നത്. സോ ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ 0.3 R1 ആയിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷനും ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് R1 ആയിരിക്കും. നോക്കാം, കണ്ടോ? താഴോട്ട് ഫ്രിക്ഷൻ 0.3 ആണെന്ന് പറയുന്നുണ്ട്. കോൺടാക്ട് സർഫസിലുള്ള മ്യൂവിൻ്റെ വാല്യൂ, വാളിലുള്ള മ്യൂവിൻ്റെ വാല്യൂ 0.3 ആണെന്നുകൊണ്ടാണ് മ്യൂ R1 വരെ 0.3 R1 എടുത്തു. ഇവിടുത്തെ റിയാക്ഷൻ കോൺടാക്ട് സർഫസിൽ വാളും ഈ ബ്ലോക്ക് എയും തമ്മിലുള്ള കോൺടാക്ട് സർഫസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനാണ്. സോ വാൾ എയിന് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിയാക്ഷൻ അതെന്ന് പറഞ്ഞാൽ R1. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് എഴുതി. ഇനി എവിടേക്കാണ് കോൺടാക്ട് സർഫസ് വരുന്നത്? പിന്നെ ഇതിൻ്റെ വെയിറ്റ് എടുക്കുക. ഇതിൻ്റെ വെയിറ്റ് അത് 1000 ന്യൂട്ടൺ, അത് വരച്ചു. പിന്നെ എന്തൊക്കെ ഫോഴ്സസ് ആണ് വരുന്നത്? പിന്നെ ഈ കോൺടാക്ട് ചെയ്തിരിക്കുന്ന സർഫസിൽ വരുന്ന ഫോഴ്സ്. കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഇത് മുകളിലോട്ടല്ലേ പോകുന്നത്? ഈ ബ്ലോക്ക് മുകളിലോട്ടാണ് പോകുന്നത്. സോ മുകളിലോട്ട് പോകുമ്പോൾ ഈ ബ്ലോക്ക് ബി ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിലോട്ടാണ് ബ്ലോക്ക് പോകുന്നത്. സോ ഫ്രിക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ബ്ലോക്ക് എയും ബിയും തമ്മിലുള്ള മ്യൂയുടെ വാല്യൂ എത്രയാണ്? വാല്യൂ ഓഫ് മ്യൂ ഇസ് 0.2 ബിറ്റ്വീൻ ദി ബ്ലോക്സ്. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ 0.2 ബിറ്റ്വീൻ ദി ബ്ലോക്സ് ആണ്. സോ ഇവിടുത്തെ എങ്ങോട്ടാണ്? ബ്ലോക്ക് മുകളിലോട്ട് പോകുന്ന കാരണം ഇങ്ങോട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ഇൻറ്റു ഇവിടുത്തെ റിയാക്ഷൻ, ഈ കോൺടാക്ട് സർഫസിലുള്ള റിയാക്ഷൻ. കോൺടാക്ട് സർഫസിലും ബ്ലോക്ക് ബി ആണ് അങ്ങോട്ടൊരു ഇപ്പോൾ എയിൻ്റെ കേസ് എടുക്കുമ്പോൾ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ബ്ലോക്ക് ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സ്. സോ ബ്ലോക്ക് ബിയും എയും തമ്മിലുള്ള കോൺടാക്ട് സർഫസ് ഇതാണ്. സോ ഇതായിരിക്കും പ്ലെയിന്. സോ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സും വരും. അത് എത്രയാണ്? 0.2 R2 എന്ന് കൊടുക്കാം. കണ്ടോ? സോ ഇത്രയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്.